the name of the Father, and of the Son, and of the Holy Spirit. Amen. Praise the Lord. Hallelujah. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിലേഖനത്തിൻ്റെ പഠന പരമ്പരയിലെ 36ാമത്തെ മണിക്കൂറിലേക്ക് സ്വാഗതം. Let us enter into the 36th episode of the series of studies of ECCLESIA the EUCHARISTIA, the encyclical by Saint John Paul II. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ സ്വർഗോന്മുഖ മാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ്. അതായത് സ്വർഗോന്മുഖ മാനം പ്രകടമാക്കപ്പെടുന്ന യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുർബാനയുടെ ആരാധന ഭാവം. മറ്റൊരു വാക്കിൽ പരിശുദ്ധ കുർബാന ആരാധനയാകുന്നു എന്ന സത്യമാണ് പരിശുദ്ധ കുർബാനയുടെ സ്വർഗോന്മുഖ മാനം പ്രകടമാക്കുന്ന ഒരു വലിയ സത്യം. പക്ഷേ പരിശുദ്ധ കുർബാന ആരാധനയാണെന്നുള്ള ആ ചിന്ത പെന്തക്കോസ്ത വിഭാഗങ്ങളുടെ തെറ്റായ ചിന്താഗതിയിൽപ്പെട്ട് ഭൂരിപക്ഷം വരുന്ന കത്തോലിക്കർക്കും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഉള്ള അവബോധം നഷ്ടമായിട്ടുണ്ട്. അതായത് പരിശുദ്ധ കുർബാന ആരാധനയാണെന്നുള്ള സത്യം. ഇതാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കാണാനായിട്ട് പരിശ്രമിച്ചത്. ഡ്യൂറിങ് ദ ലാസ്റ്റ് എപ്പിസോഡ് വി വർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് in the Catholic Eucharistic faith, we have lost the sense of adoration as the expression of the eschatological heavenly dimension of the Eucharist. ഈ ആരാധനാ ഭാവത്തിൻ്റെ പ്രാധാന്യത്തെ ഒന്നുകൂടി നമ്മൾ ആഴമായിട്ട് കാണേണ്ടതുണ്ട്. കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ ആരാധനാഭാവം. അതിനെ 3 ആശയങ്ങളിലൂടെ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. Now let us deepen our conviction that adoration or worship dimension of the Eucharist is very important from 3 points. ആദ്യത്തേത്, പരിശുദ്ധ കുർബാന ബലിയാണ്, സ്വർഗീയ വിരുന്നാണ്, ഉടമ്പടിയാണ്, പാപമോചന ബലിയാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇത്. തിരുസഭയുടെ ദൈവത്തിൻ്റെ പ്രാർത്ഥനയാണ്. പരിശുദ്ധ കുർബാന ഒരു പ്രാർത്ഥനയാണ്. Eucharist is a prayer, the greatest prayer, the prayer of the church, in the church. Now, what is the methodology of the prayer? The basic and greatest methodology of prayer is praising, worshiping, thanksgiving. പരിശുദ്ധ കുർബാന ഒരു പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ ശൈലി സ്തുതിപ്പിൻ്റെതാണ്. ഒരുപാട് തരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. പക്ഷേ പ്രാർത്ഥനയുടെ ഏറ്റവും അടിസ്ഥാനവും ഏറ്റവും ഉന്നതവുമായ ഭാവം സ്തുതിപ്പാണ്. ഏറ്റവും അടിസ്ഥാനം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത പോലും മനുഷ്യനെത്തിക്കുന്നത് ദൈവമേ നന്ദി, സ്തുതി. The very sense of God creates in man the sense thanksgiving. So it is very, very basic. And that is the reason we see in the whole Bible that thanksgiving style of prayer is more important. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം പ്രാർത്ഥനയുടെ ശൈലി നമ്മൾ കാണുന്നത് സ്തുതിപ്പിലാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം സങ്കീർത്തനമാണ്. അതുപോലെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴും പ്രാർത്ഥനയുടെ ശൈലി സ്തുതിപ്പാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചത്, പിതാവേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്നാണ്. The best example for the basic style of prayer is thanksgiving in the Bible is the Psalms. The same way, let us take another example from the life of Jesus. Before giving resuscitation to Lazarus, Jesus was praying, Father, I thank you for hearing my prayers. അപ്പോൾ അവിടെ ഈ സ്തുതിപ്പാണ് നമ്മൾ കാണുക. അതുകൊണ്ട് ഇത് അടിസ്ഥാനമാണെന്ന് പറയാനായിട്ട് പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇത് ഏറ്റവും ഉന്നതമാണ്. കാരണം എന്താ? സ്വർഗം നിരന്തരം സ്തുതിപ്പാണ്. സ്വർഗീയ ഐക്യം എന്ന് പറയുന്നത് സ്തുതിപ്പാണ്. പ്രാർത്ഥനയുടെ ഉന്നതമായ ഒരു വശമാണ് ദൈവവുമായുള്ള ഐക്യം ഒന്നാകൽ എന്നുള്ളത്. സ്വർഗീയ ഐക്യം എന്ന് പറയുന്നതും സ്തുതിപ്പാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെയും പ്രാർത്ഥനാ ശൈലി സ്തുതിപ്പായിരിക്കണം. ഓർക്കുക, കരിസ്മാറ്റിക് ധ്യാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് സ്തുതിപ്പിന്. അതാണ് അതിൻ്റെ ശൈലി. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം സ്തുതിപ്പ് പ്രധാനപ്പെട്ടതാണ്. പൗലോസ് ശ്ലീഹ പറയുന്നില്ലേ, സദാ സ്തുതിക്കുവിൻ, എപ്പോഴും സ്തുതിക്കുവിൻ. അതുകൊണ്ട് സ്തുതിപ്പ് എന്നുള്ളത് പരിശുദ്ധ കുർബാനയുടെയും ഏറ്റവും അടിസ്ഥാനപരവും ഉന്നതവുമായ പ്രാർത്ഥന ശൈലിയാണ് എന്നുകൂടി ഓർക്കാൻ നമുക്ക് സാധിക്കട്ടെ. Thanksgiving and worship is the style of the prayer of the Eucharist. And once we abandon that prayer style, that thanksgiving style, to a mere dialogue between priest and people, we are losing the sense of eschatology, the sense of heaven and sense of adoration, which is very, very basic.
രണ്ടാമതായി പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 4-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലും 7-ാമത്തെ അധ്യായത്തിലും 8-ാമത്തെ അധ്യായത്തിലും 9-ാമത്തെ അധ്യായത്തിലും ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമുണ്ട്. മോശ ഫറോയുടെ അടുക്കൽ പോയി പറയുന്നത്, എൻ്റെ ജനം അല്ലെങ്കിൽ എൻ്റെ ആദിജാതൻ എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിന് വേണ്ടി മരുഭൂമിയിലേക്ക് പോകണം. We see in the book of Exodus Moses approaching Pharaoh and demanding or asking, allow the people to go to the desert to adore God or to sacrifice to God. And it is being repeatedly given in the chapter 4, 5, 7, 8, 9. അതുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുന്ന എന്തിനു വേണ്ടിയാണ്? ഒരു ഇസ്രായേൽ രാജ്യം, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു രാജ്യം സൃഷ്ടിക്കുക എന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ഒരു സമൂഹത്തിന് രൂപം നൽകുക. അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. The aim of God of delivering the people from the slavery of Egypt was to form an adoring, a sacrificing community, not creating a nation of Jews in the political understanding. Now, this is being continued in the New Testament. അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം ആരാധനാ സമൂഹത്തിന് രൂപം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ സഭ എന്താണ്? സഭ അടിസ്ഥാനപരമായി ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമാണ്. The church is basically a community that give adoration and worship to God, the only true God. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാവുക എങ്കിൽ ആ ആരാധന ഏറ്റവും ചുരുങ്ങിയ പക്ഷം പ്രകടമാക്കപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ആരാധിച്ച് ഒരു ആരാധന സമൂഹം ആകണം. The church should become a community of worship through the Eucharistic celebration, and that is the purpose of God. അങ്ങനെ ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടണം. ആരാധന ക്രമത്തിലൂടെ സ്വർഗീയ ആരാധന ഭൂമിയിൽ തുടരണം. അങ്ങനെ ആരാധന സമൂഹമാവുക, അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആരാധനാഭാവം സഭയെ സംബന്ധിച്ച് എത്രയോ പ്രധാനപ്പെട്ടതാണ്. Therefore, the worship dimension of the Eucharist is very, very important for the church. Let us try to understand how ecclesially important is the worshiping aspect of the Eucharist. മൂന്നാമതായി, ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് സഭ ഒരു ആരാധന സമൂഹമാകണം എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധ കുർബാനയിൽ മാത്രമല്ല. When we speak that church should become a worshiping community, we should not limit it only to the Eucharistic celebration. It is being continued in the Eucharistic presence, or wherever Eucharist is kept, there must be continuous adoration. That is the spirit of the church. So the faithful should be ready to have public Eucharistic adoration and also personal devotional adoration. അതുകൊണ്ട് സഭയിൽ പരസ്യമായി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ളതായ ആരാധന ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വ്യക്തിപരമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരാധന സമൂഹമായിട്ട് കൂടി സഭ മാറണം. ഒരു പടി കൂടി കടന്ന് ഓരോ കുടുംബവും ആരാധന സമൂഹമാകണം. ഈച്ച് ആൻഡ് എവറി കാത്തലിക് ഫാമിലി ഷുഡ് ബിക്കം ദ ബേസിക് ചർച്ച് ഓഫ് വർഷിപ്പ്. ഓരോ കുടുംബവും ആരാധനയാകണം എന്ന് പറയുമ്പോൾ, ആരാധന സമൂഹമാകണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ നമുക്കുള്ള വലിയൊരു സമ്പത്താണ് യാമങ്ങളുടെ പ്രാർത്ഥന. തീർച്ചയായും അത് സന്യാസ സമൂഹത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിലും യാമങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി ഓരോ കുടുംബവും തീരുമ്പോഴാണ് കുടുംബങ്ങൾക്ക് ലോകത്തിന് രക്ഷ ഉണ്ടാകുക. ആൻഡ് അക്കോർഡിംഗ് ടു അവർ കാത്തലിക് ട്രഡീഷൻ വി ഹാവ് 7 hours of prayer. നമുക്ക് 7 യാമങ്ങളിലുള്ള പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഇത് ഇന്ന് വളരെയധികം വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ്. And we have forgotten the spirit of prayer and adoring God in families. And it is a must. We have to re-enkindle it. ഇത് വീണ്ടെടുത്തേ മതിയാവും. അത് പറയുമ്പോൾ ഒരു പക്ഷേ ഭൂരിപക്ഷത്തിനും തോന്നും, ഇത് സാധിക്കുമോ? ഈ കാലഘട്ടത്തിൽ ഇത് പ്രാവർത്തികമാകുമോ? People will question whether how it is practical in this modern period. Why we say that we cannot? We can. Only thing we must understand its importance. ഇതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അതായത് സഭ ഒരു ആരാധന സമൂഹമായിട്ട് തീരണം. അത് പരിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ സാന്നിധ്യ ആരാധനയിലും വ്യക്തിപരമായ ദിവ്യകാരുണ്യ ഭക്തിയിലും മാത്രം പോരാ. ഓരോ കുടുംബവും ആരാധന സമൂഹമായിട്ട് തീരാൻ 7 യാമങ്ങളിലുള്ള ആരാധന പ്രാർത്ഥന കുടുംബങ്ങളിൽ സാധിക്കുന്ന രീതിയിൽ തുടങ്ങേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ സഭയ്ക്ക് രക്ഷയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. Church has salvation on earth
and in eternal life only if the church is ready to take up the challenge of becoming a worshiping community in the church and in the families. സഭയിലും കുടുംബങ്ങളിലും ദേവാലയത്തിലും ആരാധനാ സമൂഹമാണെങ്കിലേ ഈ സഭയ്ക്ക് രക്ഷയുള്ളൂ. സഭ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രശ്നങ്ങളുടെയും വെല്ലുവിളികളുടെയും വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. The church has many challenges. Yes, all the challenges can be overcome provided we are ready to adore God, worship God, and we become a worshiping community. എല്ലാ പ്രശ്നങ്ങളെയും ദൈവം പരിഹരിക്കും. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പകർച്ചവ്യാധികളിൽ നിന്നും സംരക്ഷിക്കും. ഇസ്ലാമിൻ്റെ മുന്നേറ്റത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും. പക്ഷേ നമ്മൾ ദൈവത്തെ അംഗീകരിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ആരാധന സമൂഹമായി തീർന്നുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. സ്വർഗോന്മുഖമായി ധീരതയോടുകൂടി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സമൂഹമായി തീരുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.